بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين صدق الله مولانا العلي العظيم. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളും പാപങ്ങളും അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബഹുമാന്യരായ ഗുരുവര്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളായി നിലകൊള്ളുന്നവർ, ഇന്നലകളിൽ നമ്മെ വിട്ടുപിരിഞ്ഞ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ നമ്മുടെ മുൻഗാമികൾ, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ പരിസരങ്ങളിലായി ഖബറുകളിൽ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ, ലോകത്തെ മുഴുവൻ വിശ്വാസിനികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനവും നരകമോക്ഷവും സ്വർഗപ്രവേശനവും നസീബാക്കുമാറാവട്ടെ. ഇവിടെ പറയപ്പെടുന്നതും ശ്രവിക്കപ്പെടുന്നതുമായ കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ജുമാ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ മഹല്ല് പരിപാലന സമിതിയുടെ തീരുമാനമെന്ന നിലയിൽ ഈ വർഷത്തെ ഉദ്ഹിയ അഥവാ ബലികർമ്മത്തിന് ഷെയർ ചേരുന്നവരുടെ ഒരു വിഹിതത്തെ സംബന്ധിച്ച് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം ഉദ്ഹിയയുമായി ബന്ധപ്പെട്ട വിഷയം തുടർന്നുള്ള വെള്ളിയാഴ്ചകളിൽ സംസാരിക്കാമെന്ന് പറയുകയുമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബലിയുടെ പൊരുളും അതിൻ്റെ മഹത്വവും അതിലൂടെ ബലിദാതാവിന് ലഭിക്കുന്ന നേട്ടങ്ങളും കുറഞ്ഞ രൂപത്തിൽ വിശദീകരിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനു വേണ്ടി അവൻ്റെ നിർദ്ദേശമനുസരിച്ച് തനിക്ക് വേണ്ടപ്പെട്ടതും ഇഷ്ടപ്പെട്ടതുമായ എന്തും അള്ളാഹുവിന് സമർപ്പിക്കാൻ താൻ സന്നദ്ധനാണ് എന്ന ആശയമാണ് ബലിയിലൂടെ ഓരോ ബലിദാതാവും നൽകുന്നത്. അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുന്നതിനു വേണ്ടി ബലി നൽകണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിയമമാണ്, അവൻ്റെ ശരീഅത്തിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലോകത്ത് വന്നുപോയ എല്ലാ പ്രവാചകന്മാരുടെയും സമുദായക്കാർക്ക് ബലിയുടെ ഒരു മാർഗമുണ്ടായിരുന്നു എന്നുള്ളതാണ്. സൂറത്തുൽ ഹജ്ജിൻ്റെ 34-ാമത്തെ ആയത്ത് മുതൽ 38-ാമത്തെ ആയത്ത് വരെ അള്ളാഹു ബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സമയമുണ്ടെങ്കിൽ അത് മുഴുവനും, ആയത്തുകൾ മുഴുവനും ഓതി അർത്ഥം പറയാം. ഇല്ല എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക്കൻ, ഓരോ സമൂഹത്തിനും
നാം ഒരു ബലിമാർഗം നിയമമാക്കിയിരുന്നു. അഥവാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഉള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരുടെയും സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും ഒരു ബലിമാർഗമുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. തുടർന്ന് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അള്ളാഹു വിവരിക്കുന്നു. ലിയദ്കുറു സ്മല്ലാഹ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഭൗതിക വിഭവങ്ങളായിട്ട് അവൻ നൽകിയിട്ടുള്ള അതിപ്രധാനപ്പെട്ട ഭൗതിക വിഭവങ്ങളാണ്, റിസ്ക്കുകളാണ് നിങ്ങളുടെ കാലികൾ. കാലി സമ്പത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയിട്ടുള്ള വലിയ വിഭവങ്ങളിൽപ്പെട്ടതാണ്. ആ വിഭവം അള്ളാഹു നിങ്ങൾക്ക് നൽകി അതിൻ്റെ നന്ദി സൂചകമെന്നോണമാണ് ബലിയെ അള്ളാഹു നിയമമാക്കിയത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു. സഹോദരങ്ങളെ, കാലി വളർത്തലും കാലി സമ്പത്തും ഇല്ലാത്ത ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഖുർആൻ ഇതിലൂടെ വിവരിക്കുകയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭക്ഷണ വിഭവങ്ങളിൽ അതിപ്രധാനമാണ് കാലികളിൽ നിന്ന് ലഭിക്കുന്ന പാലും മാംസവും. അതുപോലെ തന്നെ മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്ത്രവും മറ്റ് ഭൗതികമായ പല ആവശ്യ വസ്തുക്കളും ഈ കാലി സമ്പത്തിൽ നിന്നാണ് മനുഷ്യൻ നിർമ്മിക്കുന്നത്. അവൻ്റെ വസ്ത്രമായാലും തണുപ്പിൽ നിന്നും രക്ഷ നൽകുന്ന കമ്പിളിയാണെങ്കിലും തുകൽ ഉൽപ്പന്നങ്ങൾ ആണെങ്കിലും കരകൗശല വസ്തുക്കൾക്ക് വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തുന്ന രോമങ്ങളും മറ്റു പലതും ഇതെല്ലാം കാലികളുടെ സമ്പത്താണ്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ വിഭവമാണ് പാല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാലിനെക്കുറിച്ച് പറഞ്ഞത് അത് നിങ്ങൾക്ക് ഭക്ഷണവുമാണ് അതോടൊപ്പം പാനീയവുമാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവമായിരുന്നു പാല്. അത് ആടിൻ്റെതാണെങ്കിലും മാടിൻ്റെതാണെങ്കിലും ഒട്ടകത്തിൻ്റെതാണെങ്കിലും ഭക്ഷണം മാത്രമല്ല, അതോടൊപ്പം പാനീയവുമാണ്. ആഹാരം ഒരു മനുഷ്യന് കുറച്ച് ദിവസം ഇല്ല എങ്കിൽ തന്നെയും പാലുണ്ടിയെങ്കിൽ ആഹാരത്തിനും പാനീയത്തിനും പരിഹാരമായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വലിയ കേരളത്തിൻ്റെ സാമ്പത്തികമായ ഉൽപ്പന്നമാണ് മിൽമയും അതോടനുബന്ധിച്ചുള്ള മറ്റ് വിഭവങ്ങളും. ലോകാടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അവരുടെ സാമ്പത്തിക സ്രോതസ് കാലിയും ആ കാലികളിൽ നിന്നും ലഭിക്കുന്ന പാലും മാംസവും മറ്റ് ഉൽപ്പന്നങ്ങളുമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലിയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ള ഈ കാലി സമ്പത്ത്, അത് ആട് മാട് ഒട്ടകങ്ങൾ മറ്റേതുമാകട്ടെ, അത് നിങ്ങൾക്ക് നൽകി എന്നതിൻ്റെ നന്ദി സൂചകമായി വർഷത്തിൽ ഒരിക്കൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവനെ കീഴൊതുങ്ങിക്കൊണ്ട് അവൻ്റെ സാമീപ്യം കരഗതമാകുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ഒരു മൃഗത്തെ ബലി നൽകുക, ഉദ്ഹിയ നൽകുക എന്നുള്ളത് അള്ളാഹു നിയമമാക്കിയ അള്ളാഹുവിൻ്റെ ശരീഅത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫഇലാഹുക്കും ഇലാഹു വാഹിദ് ഫലഹു അസ്ലിമൂ വബശ്ശിരിൽ മുഖ്ബിതീൻ. നിങ്ങളുടെയും നിങ്ങൾക്ക് മുമ്പുള്ളവരുടെയും ഇലാഹ്, ആരാധ്യൻ, സ്രഷ്ടാവ് ഇലാഹു വാഹിദ്, ഏകനായ ഇലാഹാണ്. വിവിധ കാലഘട്ടങ്ങളിൽ ബലിയുടെ രൂപവും ഭാവവും ചിലപ്പോൾ വ്യത്യാസമുണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിൻ്റെ അകംപൊരുൾ അള്ളാഹുവിൻ്റെ സാമീപ്യമായിരുന്നു.
അവൻ്റെ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു തുടർന്ന് പറയുന്നത് ഫലഹു അസ്ലിമൂ, ആ അള്ളാഹുവിന് മാത്രം നിങ്ങൾ കീഴൊതുങ്ങി ജീവിക്കുവീൻ, അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു പൂർണ്ണമായും അനുസരണയുള്ളവരായ മുസ്ലിംകളായി നിങ്ങൾ ജീവിക്കുവീൻ. വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനീത വിധേയരായ അള്ളാഹുവിൻ്റെ അനുസരണയുള്ള ദാസന്മാർക്ക് സ്വർഗം കൊണ്ട് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുവീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബലിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരായത്താണ് സൂറത്തുൽ ഹജ്ജിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിൽ നിന്നും പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഒന്ന്, മൃഗബലി എല്ലാ പ്രവാചകന്മാരുടെയും സമുദായക്കാരുടെ ആരാധനയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെയും അവരുടെ സമുദായക്കാരുടെയും ആരാധനയുടെ ഭാഗമായിരുന്നു ബലി എന്നുള്ളതാണ്. രണ്ടാമത്തത്, എല്ലാ ബലിയുടെയും ഉലഹിയയുടെയും ഒക്കെ അകമ്പൊരുളും ഉദ്ദേശവും ആത്മാവും അള്ളാഹുവിനോടുള്ള അനുസരണവും അവനോടുള്ള സമ്പൂർണമായ സമർപ്പണവുമാണ് എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ അള്ളാഹുവിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായക്കാർക്ക് ഉൽഹിയ്യത്തിൻ്റെ പൊരുളായിട്ട് സന്ദേശമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത്. സഹാബാക്കൾ ചോദിച്ചു, മാ ഹാദിഹിൽ അലാഹി യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളോട് നിർദ്ദേശിക്കുന്ന കൽപ്പിക്കുന്ന ഈ ഉൽഹിയ കർമ്മങ്ങൾ അതിൻ്റെ അകംപൊരുൾ എന്താണ് എന്ന് സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സുന്നത്തു അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പ്രപിതാവാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തിരുസുന്നത്താണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കേവലം ഒരു മൃഗത്തെ ബലി നൽകാനല്ല തയ്യാറായത്. അതിലുപരിയായി തൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ താൻ ദുആ ചെയ്തു പടച്ച തമ്പുരാൻ കനിഞ്ഞരുളിയ തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിൽ തന്നോടൊപ്പം നടക്കാനും അത്യാവശ്യം പറഞ്ഞാൽ കാര്യങ്ങൾ തിരിച്ചറിയാനും ഉള്ള പ്രായമെത്തിയപ്പോൾ ആ കുഞ്ഞുമോനെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ബലി നൽകാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം പ്രാവർത്തികമാക്കുമോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ അള്ളാഹു പരിശോധിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ സമ്പൂർണമായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിക്കുകയാണ്. അള്ളാഹു പറഞ്ഞത് അത് വലിയ പരീക്ഷണമായിരുന്നു എന്നുള്ളതാണ്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു വിശ്വാസി സമ്പൂർണമായ സമർപ്പണം, അനുസരണം നടത്തുന്നു എന്നുള്ളതാണ് ബലിയുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയാൻ വേണ്ടിയാണ് ഒരു ചെറിയ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുന്ന മൂന്നാമത്തെ സന്ദേശം ബലി നൽകുന്നവർക്ക് സ്വർഗമുണ്ട് എന്നാണ്. വബശ്ശിരിൽ മുഖ്ബിത്തീൻ, അള്ളാഹുവിൻ്റെ കൽപ്പന സമ്പൂർണമായും അനുസരിച്ചുകൊണ്ട് വിനീത വിധേയനായിക്കൊണ്ട് ബലി സമർപ്പിക്കുന്നവർക്ക് സ്വർഗം കൊണ്ട് നബിയെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മൃഗത്തെ ബലി നൽകുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും താല്പര്യവും അള്ളാഹുവിൻ്റെ കൽപ്പന ഞാൻ അനുസരിക്കുന്നു, അതിലൂടെ അവൻ്റെ സ്വർഗം എനിക്ക് നേടിയെടുക്കാൻ ഈ കർമ്മത്തിലൂടെ കഴിയും, അള്ളാഹു എനിക്ക് സ്വർഗം നൽകും എന്നുള്ള ഉറച്ച വിശ്വാസവും നല്ല പ്രതീക്ഷയുമായിരിക്കണം ഓരോ ബലിദാതാവിനും ഉണ്ടാകേണ്ടത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്
പെരുന്നാൾ ദിവസം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സത്യവിശ്വാസികളോട് ഓരോരുത്തരോടും അള്ളാഹു കൽപ്പിക്കുന്നത് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. മനുഷ്യ, തീർച്ചയായും നിനക്ക് ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. മനുഷ്യ, തീർച്ചയായും നിനക്ക് ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ, അൽ കൗസർ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നിനക്ക് ഞാൻ ഈ ഭൂമി ലോകത്ത് ചെയ്തു തന്നിട്ടുണ്ട്. ആയതിനാൽ ഫസല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ ബലിപ്പെരുന്നാൾ സുദിനത്തിൽ നിസ്കരിക്കണം. വൻഹർ, ആ റബ്ബിന് വേണ്ടി നീ ബലി നൽകുകയും വേണം. അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. സഹോദരങ്ങളെ, ബലി സുദിനത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല, ബലിപ്പെരുന്നാൾ ദിവസത്തിൽ നിസ്കാരം നിർവഹിക്കുക എന്നത് മാത്രമല്ല പടച്ച തമ്പുരാൻ്റെ കൽപ്പന. മറിച്ച് വൻഹർ, ബലി നൽകുക എന്നും കൂടിയാണ്. ബലി നൽകാൻ കഴിവുള്ളവർ ബലി നൽകുന്നില്ലെങ്കിൽ നിസ്കാരത്തിന് വരേണ്ടതില്ല എന്നാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. കാര്യത്തിൻ്റെ ഗൗരവം വളരെ വലുതാണ്. നാം ഓരോരുത്തരും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കേൾക്കുമ്പോൾ ഗൗരവത്തോടുകൂടി ആ പ്രഭാഷണം കേൾക്കാൻ, അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ, ഗ്രഹിക്കാൻ സഹോദരങ്ങളെ തയ്യാറാകണം. സഹാബാക്കൾ എന്തുമാത്രം താല്പര്യമുള്ളവരായിരുന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് സാരോപദേശം നടത്തുമ്പോൾ സഹാബിവര്യന്മാർ അവരുടെ അവസ്ഥയെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും പറയുന്നത് തങ്ങളുടെ തലകളിൽ പക്ഷികൾക്ക് വന്നിരിക്കാൻ പര്യാപ്തമായ നിലയിൽ അച്ചടക്കമായിരുന്നുവെന്ന്. സാധാരണ പക്ഷികൾ വന്ന് ഇരുന്നാൽ ചെറിയൊരു അനക്കമുണ്ടാകുമ്പോൾ ആ പക്ഷികൾ, പറവകൾ പാറിപ്പറന്നു പോകും. എന്നാൽ സഹാബാക്കളാകുന്ന ഞങ്ങൾ പ്രവാചകന്റെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന അച്ചടക്കം ഞങ്ങളുടെ തലകളിൽ പക്ഷികൾ വന്ന് ഇരിക്കാൻ പര്യാപ്തമായ നിലയിലായിരുന്നു. ഞങ്ങളുടെ തലകളിൽ പക്ഷികൾ ഉള്ളതുപോലെയായിരുന്നു എന്ന് ഒരു ഉപമയിലൂടെ, ഉദാഹരണത്തിലൂടെ സഹാബാക്കൾ വിവരിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ ഹദീസുകൾ സഹാബിവര്യന്മാർ വളരെ ത്യാഗമനുഭവിച്ചതിന് ശേഷമുള്ള മുഹദ്ദിസുകൾ അതിനേക്കാൾ കൂടുതൽ ത്യാഗം അനുഭവിച്ച് നമ്മളിലേക്ക് എത്തിച്ചു തരുമ്പോൾ, അത് പഠിച്ച പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ വിശദീകരണം നടത്തുമ്പോൾ കുറഞ്ഞ സമയം വളരെ താല്പര്യത്തോടു കൂടി അത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴും നമ്മൾ ഒരുപക്ഷെ നമ്മളെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നമ്മൾ മറ്റു പല കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അത്യാവശ്യമുള്ളതായിരിക്കും, നോക്കിക്കോ, കുഴപ്പമില്ല. നമ്മൾ മറ്റേതെങ്കിലും ചിന്തകളിലായിരിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഒരു സത്യവിശ്വാസിക്കുണ്ടാകുന്നത് പ്രവാചകന്റെ ഹദീസുകൾ കേൾക്കുമ്പോൾ ഏറ്റവും വലിയ താല്പര്യത്തോടുകൂടി അത് കേൾക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. കാതോർത്തിരിക്കുമെന്നാണ്. അതിൻ്റെ ആശയം എന്താണെന്ന് ഗ്രഹിക്കാൻ വലിയ താല്പര്യം കാണിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പരിശുദ്ധമായ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇങ്ങനെയാണ്. അള്ളാഹു പറഞ്ഞതെന്താ? ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ കാരണമായി നിങ്ങൾ ശുക്റുള്ളവരാകാൻ പെരുന്നാൾ സുദിനത്തിൽ നിങ്ങൾക്ക് ആഹ്ലാദവും സന്തോഷവും ഒക്കെ ആകാം. പക്ഷേ ആദ്യമായിട്ട് വേണ്ടത് ഫസല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക. വൻഹർ, എന്നിട്ട് ബലി നൽകുക. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്, മനിസ്തതാഅ ലഹുൽ ഉൽഹിയത്തു, ഒരു മനുഷ്യന് ഒരു ഉൽഹിയ ബലി നൽകാൻ കഴിവുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കഴിവ്, സുസ്ഥിതി അള്ളാഹു നൽകിയിട്ടുണ്ട്. വലം യുളഹി, എന്നിട്ട് അവൻ ഉൽഹിയ നൽകുന്നില്ല. എന്നാൽ ഫലം യഹ്ളുർ മുസല്ലാന, നമ്മുടെ നിസ്കാര സ്ഥലത്തേക്ക് അവൻ വരണ്ട എന്ന്. വലിയ സന്തോഷമായി കാണും പലർക്കും. ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, സമ്പത്തുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും ബലി നൽകൂല. അതിനോടൊപ്പം ബലി നൽകിയില്ല എങ്കിൽ പിന്നെ പള്ളിയിലും വരണ്ട, അല്ലെങ്കിൽ ഈദ്ഗാഹിൽ ആണെങ്കിൽ ഈദ്ഗാഹ് നിസ്കാര സ്ഥലം എവിടെയാണോ അവിടെ വരണ്ട. വലിയ സന്തോഷമായി നമ്മളെടുത്ത്. പക്ഷേ പറഞ്ഞതിൻ്റെ ഗൗരവം എന്താ?
ബലി നൽകാൻ താല്പര്യമുള്ള കഴിവുള്ള മനുഷ്യൻ, സാമ്പത്തിക സുസ്ഥിതിയുള്ള മനുഷ്യൻ ബലി നൽകുകയോ സ്വന്തമായിട്ടൊരു ഉരുവിനെ വാങ്ങി ബലി നൽകുകയോ അല്ലെങ്കിൽ 7 പേർക്ക് ഷെയർ ചേരാവുന്ന ഒരു മൃഗത്തിൽ ഷെയർ ചേരുകയോ ചെയ്യാതെ ബലിയിൽ നിന്നും പൂർണ്ണമായും പിന്തിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എങ്കിൽ പിന്നെ അവൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്നാ പറഞ്ഞതിൻ്റെ താല്പര്യം. വലിയ പോരിഷ പുണ്യം കിട്ടാൻ വേണ്ടി ബലിപ്പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചിട്ട് കാര്യമില്ല എന്ന്. അതുകൊണ്ട് ബലിപ്പെരുന്നാൾ സുദിനത്തിൽ ഉദ്ഹിയ കൊടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കാനും പോകുന്നില്ല എന്നൊരു നിലപാട് ആരും എടുത്ത് കളയില്ല. സഹോദരങ്ങളെ, പറഞ്ഞതിൻ്റെ ആശയവും അതിൻ്റെ താല്പര്യവും നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ള പറഞ്ഞു, മൻകാന ലഹു സഅത്തുൻ. മറ്റൊരു ഹദീസ്, ഒരു മനുഷ്യന് സാമ്പത്തികമായ സുസ്ഥിതിയുണ്ട്, സഅത്തുൻ സാമ്പത്തിക വിശാലതയുണ്ട്, വലം യുളഹി എന്നിട്ട് അവൻ ഉൽഹിയ നൽകുന്നില്ല, ഫൽ യമുത്ത് എന്നാൽ അവന് മരിക്കാം, ഇൻഷാ യഹൂദിയൻ വ ഇൻഷാ നസ്റാനിയ, ജൂതനായിട്ടോ ക്രൈസ്തവനായിട്ടോ മരിക്കാം. എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ? മുസ്ലിമായിട്ട് മരിപ്പിക്കണേ എന്ന് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹു പറഞ്ഞ കൽപ്പനകളൊന്നും നമ്മൾ പാലിക്കത്തില്ല, വലിയ കാര്യമൊന്നുമില്ല എന്ന ദുആയിൽ. ആ ദുആയിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നാ പറഞ്ഞതിൻ്റെ ആശയം. മൻകാന ലഹു സഅത്തുൻ, ഒരു മനുഷ്യൻ എന്തുണ്ട്? വിഭവവിശാലതയുണ്ട്, സാമ്പത്തിക സുസ്ഥിതിയുണ്ട്. ഉൽഹിയ വർഷത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു ഉൽഹിയ മൃഗത്തിൽ ഷെയർ ചേർന്നാൽ മതി. ഏറ്റവും കൂടിയാൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന 10,000 രൂപയാണ്. അപ്പോൾ അത്ര ആവത്തില്ല, ചിലപ്പോൾ 9,000 രൂപയിൽ നിൽക്കും. 10,000 രൂപ നമ്മളൊരു ടൂറിന് പോയി കഴിഞ്ഞാൽ, ഗൾഫിൽ നിന്ന് വരികയാണ് വാപ്പ വരുമ്പോഴേ നേരത്തെ പറയും, അല്ലെങ്കിൽ മകൻ വരികയാണ്. അപ്പം മകൻ നേരത്തെ പറയും, വാപ്പായും ഉമ്മടുത്തും അല്ലെങ്കിൽ ഭാര്യ മക്കളടുത്തും എല്ലാവരും ഞാൻ ഇന്ന ദിവസം വരും, എല്ലാവരും ഒക്കെ തയ്യാറായി എന്നുള്ള വെക്കേഷൻ പീരീഡ് സമയമൊക്കെ ആണല്ലോ, നമുക്കൊരു ടൂർ 3-4 ദിവസം ടൂർ പ്രോഗ്രാമൊക്കെ പോകാം. അങ്ങനെ തയ്യാറായി വന്ന് ഒരു വണ്ടിയൊക്കെ സ്വന്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ വണ്ടിയൊക്കെ വിളിച്ച് ഒരു 5 ദിവസത്തേക്ക് അല്ലെങ്കിൽ 7 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് ടൂർ പ്രോഗ്രാം അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്. എത്ര രൂപ ചിലവാകും? ചെയ്തലിയേ ടൂറിനൊക്കെ പോയിട്ടുണ്ടോ? എത്ര രൂപ ചിലവാകും? ക്ലാസ് പോലെ നമുക്ക് എടുക്കുക, 5 പേര് പോയാൽ എത്ര രൂപ ചിലവാകും? 3 ദിവസത്തേക്ക് ഒരാൾക്കോ? 3 ദിവസത്തേക്കോ? റൂം വാടക, ഇവിടെ നിന്ന് അവിടെ വരെ പെട്രോള്, വാഹന വാടക എല്ലാം കൂടെ 10,000 രൂപയാകും. നീ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്, വേറെ ഏതോ ലോകത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാം കൂടെ ഒരു 50,000 രൂപ ചിലവാകും. വർഷത്തിൽ ഒരിക്കൽ ഒരു ടൂറിന് പോകാൻ 50,000 രൂപ നമുക്ക് ചിലവാക്കുന്നതിന് ഒരു പ്രയാസമില്ല. വല്ലാഹി ഒരു പ്രയാസമില്ല, എനിക്കും പ്രയാസമില്ല, നിങ്ങൾക്ക് ആർക്കും പ്രയാസമില്ല. പക്ഷെ വർഷത്തിൽ ഒരിക്കൽ ഒരു ഉൽഹിയ മൃഗത്തെ ബലി നൽകുന്നതിൽ 7 പേർക്ക് ഷെയർ ചേരാം. അതിലൊരു ഷെയർ ഒരു 9,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ നൽകണമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കട്ടെ ഉസ്താദ്, അല്ലെ സെക്രട്ടറി പറയാണ്, താഹ സാറേ ഒന്ന് ആലോചിക്കട്ടെ, പിള്ളേരോട്ടൊക്കെ ഒന്ന് ആലോചിക്കട്ടെ, പൈസയൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കട്ടെ. പെരുന്നാളിൻ്റെ അന്ന് എല്ലാത്തിനും കൂടെ അടിച്ചു പൊളിക്കാൻ എത്ര രൂപ ചിലവാക്കുന്നതിനൊരു കുഴപ്പമില്ല, ഡ്രസ്സ് എടുക്കുന്നതിനും എല്ലാത്തിനും കൂടെ എല്ലാം. പക്ഷേ കഴിവുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു ഉൽഹിയ മൃഗത്തെ വാങ്ങിക്കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അതിൽ ഷെയർ ചേരുന്നതിനോ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്ലാസ് പോലെ നിങ്ങൾ അവതരിപ്പിക്കുകയാണ്, ആൾക്കാർ സഹോദരങ്ങളെ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ എന്താ നബി തങ്ങൾ പറഞ്ഞത്? മൻകാന ലഹു സഅത്തുൻ ഫലം യുളഹി, ഒരുവന് സാമ്പത്തികമായ സുസ്ഥിതിയുണ്ട്, കഴിവുണ്ട്, എന്നിട്ട് അവൻ വർഷത്തിൽ ഒരിക്കൽ കൊടുത്താൽ മാസത്തിൽ ഓരോ മാസം കൊടുക്കണ്ടല്ലോ, വർഷത്തിൽ ഒരിക്കൽ അവൻ എന്ത് ചെയ്യുന്നില്ല? ഉൽഹിയ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഉൽഹിയയിൽ ഷെയർ ചേരുന്നില്ല. എന്നാൽ ഫൽ യമുത്ത്, അവന് മരിക്കാം, ഇൻഷാ യഹൂദിയൻ വ ഇൻഷാ നസ്റാനിയൻ, ഈമാനില്ലാതെ മരിക്കാം. ഒരു ഹദീസിൻ്റെ അർത്ഥം അതാ. നേരത്തെ പറഞ്ഞ എന്തരാണ്? പെരുന്നാൾ നിസ്കരിക്കാൻ വരണ്ടാന്ന് എന്ന് പറഞ്ഞാൽ എന്താ? പെരുന്നാൾ നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന്. അപ്പോൾ ഈ 2 ഹദീസുകൾ എടുത്തു വെച്ചുകൊണ്ട് മഹാനായ അബൂ ഹനീഫ ഇമാം, മദ്ഹബിൻ്റെ 1ാമത്തെ ഇമാമാണ് അബൂ ഹനീഫ ഇമാം, ഏറ്റവും വലിയ പണ്ഡിതൻ. മഹാനവറുകൾ ഈ ഹദീസ്, അതുപോലെ തന്നെ മറ്റൊരു ഹദീസുണ്ട്, അലാ അഹ്ലി കുല്ലി ബൈത്തിൻ മിനൽ മുസ്ലിമീന ഉദ്ഹിയ, അലാ അഹ്ലി കുല്ലി ബൈത്തിൻ മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള എല്ലാ ഓരോ വീട്ടുകാരുടെയും ബാധ്യതയാണ് അൽ ഉദ്ഹിയ, വർഷത്തിലൊരിക്കൽ ഉദ്ഹിയ കൊടുക്കുക എന്നുള്ളത്.
ഈ 3 ഹദീസുകൾ എടുത്തു വെച്ചുകൊണ്ട് മഹാനായ അബൂ ഹനീഫ ഇമാമ് ഉൽഹിയ കർമ്മം വാജിബെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽഹിയ കർമ്മം ഹനഫി മദ്ഹബനുസരിച്ച് വാജിബാണ്, നിർബന്ധമാണ്. ഷാഫി മദ്ഹബനുസരിച്ചാണ് സുന്നത്തും അക്കതയാകുന്നത്. മദ്ഹബിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്, അതെന്തുമാകട്ടെ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നബിയെ, അങ്ങേക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഞാൻ ചെയ്തു തന്നിട്ടുള്ളത്. ആയതുകൊണ്ട് ആ അനുഗ്രഹങ്ങളുടെ ശുക്ർ എന്ന നിലയിൽ ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുദിനമാകുന്ന ഈദുൽ അദ്ഹ എത്തിച്ചേരുമ്പോൾ ഫസല്ലി ലിറബ്ബിക, താങ്കളുടെ റബ്ബിന് വേണ്ടി താങ്കൾ പെരുന്നാൾ നമസ്കരിക്കുക. വൻഹർ, എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മൃഗത്തെ ബലി നൽകുക. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ എന്താണെന്ന് ഒരു പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകൾ, ദിവസങ്ങളോളം വീട്ടിൽ തീ പുകയാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന് അവിടുത്തെ ഭാര്യമാർ ആയിഷ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. അങ്ങനെയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് 10 സിനീൻ, 10 വർഷമാണ് എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. യുളഹി, ആ 10 വർഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലി നൽകിയിട്ടുണ്ട് എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂല് എത്രത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പന മുഖവിലക്കെടുത്തിരുന്നു, അത് പ്രാവർത്തികമാക്കിയിരുന്നു എന്ന് നമുക്ക് ജീവിച്ച് കാണിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് വേണമെങ്കിൽ ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, സാമ്പത്തികമായ ഞെരുക്കമാണ്, പലപ്പോഴും കടബാധ്യതകൾ ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബലികർമ്മത്തിൽ നിന്നും ഒഴിവാകാമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 10 വർഷവും ബലി കൊടുത്തിട്ടുണ്ട് എന്ന് അവിടുത്തെ സന്തത സഹചാരിയാകുന്ന മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വർഷവും ബലി കൊടുക്കും. ഹജ്ജിന് പോയപ്പോഴോ സാക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കഴിഞ്ഞ വർഷം ഞാനിത് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. സാക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅത്ത ബുദിന. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ പുത്രൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ ഹജ്ജിന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലി, ഹജ്ജിൻ്റെ അമലിൻ്റെ ഭാഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ ബലി നൽകുക എന്നുള്ളത്. ആ ബലിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുപോയത് 100 ഒട്ടകങ്ങളെയാണ്. ആലോചിച്ച് നോക്കി, 100 ഒട്ടകങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോകാൻ തയ്യാറായപ്പോഴേ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. പരമാവധി ബലി കൂടുതൽ നൽകുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅത്ത ബുദിന, 100 ഒട്ടകങ്ങളെ കൊണ്ടുപോയി മദീനയിൽ നിന്നും മക്കയിലേക്ക്. എന്നിട്ടോ ഫനഹറ നൈഫം വസിത്തീന ബിനഫ്സിഹി, സ്വന്തം കൈകൊണ്ട് 60-ൽ ചില്ലുവാനും ഒട്ടകങ്ങളെ നബി തങ്ങൾ അറുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധീരനായിരുന്നു, രക്തം കാണുമ്പോൾ ഭയക്കുന്ന പ്രവാചകനായിരുന്നില്ല. ബലി നൽകുമ്പോൾ സ്വന്തമായിട്ട് ബലി നൽകലാണ് കഴിവുള്ളവർക്ക് സുന്നത്ത്. സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിൽ പലരും ബലി നൽകുന്നവരാണ്, അല്ലെങ്കിൽ ബലിയിൽ ഷെയർ ചേരുന്നവരാണ്. അപ്പോൾ സ്വന്തമായി നമ്മൾ അറുക്കലാണ് സുന്നത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട പോരിശയുള്ള കർമ്മവും. ഇല്ല എങ്കിലാണ് നമ്മൾ മറ്റുള്ളവരെ വക്കാലത്തേൽപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 60-ൽ ചില്ലാനും ഒട്ടകത്തെ ഇറക്കുന്നത് ഇങ്ങനെ നിർത്തിയിട്ട് കുത്തിയാണ് ഇറക്കുന്നത്. മറ്റ് ഉരുക്കളെല്ലാം കിടത്തിയാണ് ഇറക്കുന്നത്. ഒട്ടകത്തെ എങ്ങനെയല്ലേ ഇറക്കുന്നത്? കണ്ടിട്ടുണ്ടല്ലേ? ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം, നമ്മളൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ ഒട്ടകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മവും കൂടി നിങ്ങൾ നിർവഹിക്കുകയാണല്ലോ. ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ മനുഷ്യനാകെ ടയേർഡാകും, വല്ലാതെ തളർന്നു പോകും. അങ്ങനെ തളർന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൃഗബലി നൽകേണ്ടുന്ന സന്ദർഭം വന്നപ്പോൾ സ്വന്തം കരം കൊണ്ട് 60-ൽ ചില്ലാൻ ഒട്ടകങ്ങളെ അറുക്കുകയാണ്. വവല്ലൽ ബാക്കിയ അലിയൻ റളിയല്ലാഹു അൻഹു, ബാക്കിയുള്ളത് അലി റളിയല്ലാഹു അൻഹുവിനെ വക്കാലത്തേൽപ്പിക്കുകയാണ് ഇറക്കാൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിഷയത്തിലുള്ള ആ ഒരു താല്പര്യവും ആ ഗൗരവവും എത്രമാത്രം ഉണ്ട് എന്നാണ് ഫസല്ലി റബ്ബിക വൻഹർ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന, ആ ശാസന കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാവർത്തികമാക്കിയത് എന്നാണ് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ഇനി തുടർന്നുള്ള വെള്ളിയാഴ്ച അള്ളാഹു അനുവദിക്കുമെങ്കിൽ നമുക്ക് സംസാരിക്കാം. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് നിർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുൽഖഅദ് ഇന്ന് 8 ആയിട്ടുണ്ട്. എല്ലാ നാട്ടിലും ബലിയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുകയാണ്. നമ്മുടെ മഹല്ലിലും എല്ലാ വർഷവും ഇൻഷാ അല്ലാഹ് ഉണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു മൃഗത്തെ കൊടുക്കാൻ കഴിവുള്ളവർ അങ്ങനെ തന്നെ കൊടുക്കുക, അങ്ങനെയാണ് വേണ്ടത്. ഇനി ഒരു പക്ഷേ കഴിവില്ല എങ്കിൽ 7 പേർക്ക് ഒരു മാടിൽ പങ്കുചേരാമല്ലോ, ഷെയർ ചേരാം. അങ്ങനെ 7 ഒരു ഭാഗത്തിൽ ഷെയർ ചേരുക. അതിൻ്റെ തുകയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ സെക്രട്ടറിയേറ്റിനുണ്ട് 10,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അതിൽ കുറയാം കൂടാം. അതുമായി നിങ്ങൾ സഹകരിച്ചുകൊണ്ട് പരമാവധി എല്ലാ ആൾക്കാരും ആ ബലികർമ്മത്തിൽ പങ്കുചേരണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്യാദിയുള്ള നല്ല പ്രവർത്തനങ്ങളിൽ, കർമ്മങ്ങളിൽ പങ്കുചേരാൻ അല്ലാഹു നമുക്ക് സാമ്പത്തികമായ ഭദ്രതയും സ്വസ്ഥതയും അതോടൊപ്പം മാനസികമായ എല്ലാ ഉണർവും ഉത്തേജനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.